ഫ്രെഡി എലീനയുടെ കസിനാണല്ലേ? എലീനയെക്കുറിച്ച് ഈയിടെ വിവരങ്ങളൊന്നുമില്ല എന്നാണ് അവളുടെ മമ്മി പറഞ്ഞത്. കുറച്ചുനാൾ മുമ്പ് എലീനയെ ഇവിടെ അബോധാവസ്ഥയിൽ കണ്ടതിന് ശേഷം അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ അവൾക്ക് എന്താ പറ്റിയത്? ഈ ഭാഗത്ത് ഫ്രെഡിക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടല്ലോ. ഞാൻ അവൾക്ക് പിന്നെ എന്താ പറ്റിയത്? അറിയില്ല. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്. ഇവിടെ വെല്ലുമിച്ചു ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വരുമായിരുന്നു. പെട്ടെന്ന് ആളെ കാണാതായി. ഒറ്റയ്ക്കായിരുന്നു അവരിവിടെ. ഫ്രെഡിക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. എലീനയെക്കുറിച്ച് മാത്രമല്ല എനിക്കറിയേണ്ടത്. ശരി, ഫ്രെഡി പോയിക്കോ. മോളെ ഇനി മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ എനിക്കൊരു താല്പര്യമില്ല. വിളിച്ചാലോട്ട് ഫോണും എടുക്കൂല. നിനക്കൊരു ഫോൺ കോളെങ്കിലും ചെയ്തൂടെ? Why are you avoiding me? You just get lost. I lost everything. നീ, എൻ്റെ മമ്മി, എല്ലാം. Please leave me alone. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അലീന. എല്ലാം ഒരു കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ മൈൻഡ് ഇപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? I missed my last 2 periods. അപ്പോ ഇതൊക്കെ വെറും കഥകളാണോ? Are you pregnant? I need an abortion. Please help me. എന്നിലൂടെ ഇതിനൊരു തുടർച്ച വേണ്ട. നീ ഒന്ന് പോവോ പ്ലീസ്?
സർ, രാജാക്കട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു എലീന. ഐ ആം ദർ. She's missing, right? യെസ്. Anything more than this? സർ, രേണുക മാം പറഞ്ഞിരുന്ന യൂറോപ്യൻ കോൺസ്പിറസിയിൽ ഒരു മതഗ്രൂപ്പിൻ്റെ പ്രസൻസ് പറഞ്ഞിരുന്നു. പിന്നെ സാറ് പറഞ്ഞ സെൻട്രൽ ട്രാവൻകൂർ കണക്ഷനും, അതുപോലെ ഞാൻ നടത്തിയ ഫീൽഡ് വിസിറ്റിലും ഐ ടു ഓൾസോ റീച്ച് ദ സെയിം കൺക്ലൂഷൻ. What is that? ഞാൻ ആ മിസ്സിംഗ് ആയ പെൺകുട്ടി എലീനയുടെ നാട്ടിൽ പോയിരുന്നു. Lilith, a demonic figure in Judaic myth. അവയ്ക്ക് മുമ്പ് ആദത്തിൻ്റെ ആദ്യത്തെ പങ്കാളി. ദൈവത്തെ വെല്ലുവിളിച്ച് ഹവ്വയ്ക്ക് വിലക്കപ്പെട്ട കനി നൽകിയവൾ. ലൂസിഫറിൽ അവൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ മാലാഖയാൽ കൊല്ലപ്പെടുന്നു. അതിനു പകരം ആദം ഹവ്വ തലമുറകളിലെ മനുഷ്യക്കുഞ്ഞുങ്ങളെ ഗർഭത്തിലെ കൊല്ലുന്നവൾ. ദ റിവഞ്ച് ഓഫ് ലിലിത്ത്. Lilith, what are you trying to convince? ഈ കഥയും ഇവിടെ നടന്ന മരണങ്ങളും തമ്മിൽ സാത്താനിക് വർഷിപ്പ് പോലെ ലില്ലിത്തിനെ ആരാധിക്കുന്ന ചില മതഗ്രൂപ്പുകളുണ്ട് ഇവിടെ. എലീനയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നു. അവളുടെ പഴയ തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഫോട്ടോ. പിന്നെ ഹീബ്രു ഭാഷയിലുള്ളൊരു വിശുദ്ധ ഗ്രന്ഥവും. ഓക്കെ. സോ കേരളത്തിലെ ചില പുരാതന ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ തലമുറകളായി ഇങ്ങനൊരു ആരാധന ഉണ്ടായിരുന്നതായി അറിയാൻ കഴിയും. പല കുടുംബങ്ങളും ഫൈനാൻഷ്യലി ആൻഡ് സോഷ്യലി ഉയർന്നു നിൽക്കുന്നത് ഈ ഒരു ആരാധനയുടെ ബലത്തിലാണെന്ന് അവർ വിശ്വസിക്കുന്നു. എലീനയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നു. ഡിവോട്ടീസ് ഓഫ് ലില്ലിത്ത്. മേ ബി ലില്ലിത്തിൻ്റെ ഇൻഫ്ലുവൻസ് എലീനയിലും ഉണ്ടാവും. അപ്പോൾ കണ്ണൂരിൽ നടന്ന മരണങ്ങൾ? സോ യു ആർ കൺക്ലൂഡിംഗ് ദ സെയിം വിത്ത് ലിലിത്ത്? അവിടെ നടന്ന മരണങ്ങളിൽ 2 പെൺകുട്ടികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും താനത് ഫോളോ ചെയ്യുകയാണെന്നും രേണുക മാം പറഞ്ഞിരുന്നു. വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് അപ്ഡേറ്റ്? സാർ, അത് ഒരു തട്ടുകടക്കാരനും ഓട്ടോക്കാരനാണ് സംശയം പറഞ്ഞിരുന്നത്. ദർ ഈസ് നോട്ട് ട്രേസബിൾ എവിഡൻസ്. പിന്നെ കൊട്ടിയൂർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എലീനയുടെ കണക്ഷൻ പോലെ മറ്റാരുടെയും സാന്നിധ്യം ആലക്കോടും മണക്കടവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ യു ആർ ക്ലോസിംഗ് ദ കണ്ണൂർ ചാപ്റ്റർ, റൈറ്റ്? ഐ തിങ്ക് സോ, സർ. പിന്നെ എലീനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മരണങ്ങൾ എന്തിനാണ് ഒരു മിത്തിക് കഥാപാത്രമായി ലിലിത്തിൽ കൊണ്ടെത്തിക്കുന്നത്? വിത്തൗട്ട് എനി റാഷണൽ ഡിസ്പ്ലേ, ഇസ് ഇറ്റ് പ്രസന്റബിൾ? Maybe all depends on how we approach. പിന്നെ എലീനയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ all making me a strong believer. ആദത്തിൻ്റെ സന്തതി പരമ്പരകളോടുള്ള ലില്ലിത്തിൻ്റെ പ്രതികാരം. അജയ്, ഈ നോൺസെൻസ് ഒന്നും തൻ്റെ സ്റ്റഡീസിൽ ആഡ് ചെയ്യണ്ട. 1 വർഷത്തെ ലീവ് വേസ്റ്റ് ആയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു.